السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ നടുക്കിയ ചെറിയ ഉസ്താദിന്റെ വഫാത്ത്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇന്ന് ആംഗ്ലോ സഖാഫി ഉസ്താദ് മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ഏതായിരുന്നാലും ഒരുപാട് മരണങ്ങൾ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിലൊക്കെ അപ്പുറം ഇൽമിന്റെ വലിയ വലിയ ഉസ്താദുമാരാണ് വേർപിരിഞ്ഞു പോകുന്നത്. അല്ലാഹു തആല ഈ മുസ്ലിം ഉമ്മത്തിന് വലിയ ക്ഷമ പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മൂസ ബിൻ ജാബിർ എന്ന് പറയുന്ന ഷായറിന്റെ വരികളാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം സ്വന്തം ശരീരത്തോട് യുദ്ധത്തിലേക്ക് ധൈര്യം കൊടുക്കുന്ന വരികളും, തൊട്ടുപിറകിൽ തന്റെ സ്വന്തം സഹോദരൻ സെയ്ദ് എന്നവരെ യുദ്ധത്തിന് സജ്ജമാക്കി പതറരുത്, വീർ ആവരുത് എന്നൊക്കെ പറയുന്ന കുറഞ്ഞ വരികളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നും ഷായിർ അദ്ദേഹം തന്നെ മൂസ ബിൻ ജാബിർ അദ്ദേഹം പറയാണ്: ഇദാ ദുക്കിറ ബിനൽ അംബരിയ്യതി ലം തദിഖ് ദിറാഇ വഅൽഖാ ബിസ്തിഹി മൻ ഉഫാഖിറു ഹിലാലാനി ഹമ്മാലാനി മിൻ കുല്ലി ശത്വത്തിൻ മിന അസ്ഖലി മാ ലാ തസ്തതിഉൽ അബാഇറു. ഇന്ന് അദ്ദേഹത്തിൻ്റെതായി രണ്ട് വരികളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തുടർന്നും അദ്ദേഹത്തിന്റെ തന്നെ വരികൾ വരുന്നുണ്ട്. അദ്ദേഹം പറയാ: ഇദാ ദുക്കിറ ഇബ്നുൽ അംബരിയ്യതി ലം തളിഖ് ദിറാഇ. അംബരിയത്ത് എന്നത് അംബർ, തമീമിലെ അബൂഹയ്യ് ഗോത്രം, അതാണ് അംബർ. ഇബ്നുൽ അംബരിയ്യതി, അംബരി രണ്ട് പുത്രന്മാർ എന്ന് അദ്ദേഹം പറയുന്നത്, ഒന്ന് മിർദാസ്, രണ്ട് ആമിർ. കുറച്ചു മുമ്പ് നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. മിർദാസ്, ആമിർ. തമീമിലെ ഷമ്മാസ് എന്നവരുടെ രണ്ട് മക്കളാണ് മിർദാസും ആമിറും. ഷാഇറിന്റെ അഹ്വാല് ഉമ്മയുടെ സഹോദരന്മാരാണ്. ഇവരുടെ ഉമ്മ തമീമിന്റെ മകൻ അംറിന്റെ മകൻ അംബറിന്റെ സന്താന പരമ്പരയിലാണ് അവർ വരുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നത് എന്താണ് ഇവിടെ? ഇദാ ദുക്കിറ ഇബ്നുൽ അംബരിയ്യതി, നേരത്തെ പറഞ്ഞ മിർദാസ്, ആമിർ എന്ന് പറയുന്ന രണ്ടാളുകളെ പരാമർശിക്കുക എന്നുള്ളത്, ലം തളിഖ് ദിറാഇ, എന്റെ ദിറാഇ എന്ന് പറഞ്ഞാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് കൈ മൊത്തമായിട്ടാണ്. അപ്പൊ എന്റെ ദിറാഇ ലയ്യിഖാവുന്നില്ല, അഥവാ ബലഹീനമാവുന്നില്ല. കൈ ബലഹീനമാവുക എന്നുള്ളത് ആള് ലഈഫാവുക എന്നതിലേക്ക് കിനായത്താണ്. അപ്പൊ കൈ ലയ്യിഖാവുക, ലഈഫാവുക എന്ന് പറയുമ്പോൾ ആള് മൊത്തം ഒന്നിനും പറ്റാത്ത ആളായി മാറുക എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ അമ്മാവന്മാരെ പറയുക എന്നത്, എനിക്ക്
വലിയ അപജയം അതല്ലെങ്കിൽ എനിക്ക് ബലഹീനത ഉണ്ടാക്കി തീർക്കുന്ന കാര്യമൊന്നുമല്ല. എനിക്കതുകൊണ്ട് ഞാൻ ഒന്നിനും പറ്റാത്ത ആളായി തീരുന്നൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ്? അവര് ഉന്നതരാണ്. ലാക ദിറഉഹു വദിറാഉഹു, ലാക ദിറഉഹു വദിറാഉഹു എന്നൊക്കെ പറയപ്പോഴാ ഇദാ ലഉഫത്ത് താഖത്തുഹു, ശക്തി ക്ഷയിക്കുമ്പോഴാണ്. അൽഖ എന്നുള്ളത് ലഖിയ, സമിഅ യസ്മഉ, ലഖിയ യൽഖ, അതിന്റെ മുതക്കല്ലിമാണ് അൽഖ. അതല്ലാതെ അൽഖ യുൽഖി അതല്ല. ലഖിയ യൽഖ, അതിന്റെ മുതക്കല്ലിമിന്റെ സീഗയാണ് ഇത് അൽഖ. ലഖിയ ഫുലാനുൻ ബിസ്തി ഫുലാനിൻ എന്നൊക്കെ പറയലപ്പോഴാ ഇദാ ഗലബ അലൈഹി. ഇസ്ത് നമുക്കറിയാം, പുറംഭാഗം. ഒരു ഖബീഹായ മഅനാക്ക് ഉപയോഗിക്കുന്നതാണല്ലോ ഇസ്ത്. നമ്മൾ പറയാറുണ്ടല്ലോ ബാക്ക് ഭാഗം എന്ന്. അപ്പോ ഇദാ ഗലബ അലൈഹി, ആൾക്കെതിരിൽ മറികടക്കുക, വിജയിക്കുക, അപ്പോഴാണ് ആ വാക്ക് പ്രയോഗിക്കാറ്. വഹുവ മുദ്ബിറുൻ അൻഹു, ഇദാ ഗലബ അലൈഹി വഹുവ മുദ്ബിറുൻ അൻഹു എന്ന. ഫഇന്നൽ മുദ്ബിറ യുവല്ലി ദുബറഹു, പിന്തിരിഞ്ഞ് ഓടുന്ന ആള് അവന്റെ ബാക്ക് ഭാഗം ആണല്ലോ നമുക്ക് കാണാൻ പറ്റുക. യുദ്ധത്തിലൊക്കെ പലയിടത്തും അത് പറഞ്ഞതാണ്. നമ്മുടെ യുദ്ധങ്ങൾ പറയുന്നിടത്തൊക്കെ പിന്തിരിഞ്ഞോടുമ്പോൾ കാണുന്നത് നമ്മൾ ബാക്ക് ഭാഗമായിരിക്കില്ല. അതുകൊണ്ട് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അത്തരം പരാമർശങ്ങളൊക്കെ സാധാരണ പറയാറുണ്ട്. അതനുസരിച്ചാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഇബാറത്ത് ശരിക്ക് വരുന്നത് അൽഖാ മൻ ഉഫാഖിറുഹു ബിഇസ്തിഹീന. അവിടെ മഹദൂഫ ഉഫാഖിറുഹു എന്നുള്ളതിന് മഫ്ഊൽ കളയപ്പെട്ടതാണ്. അൽഖ, ഞാൻ കാണുകയും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കാണുന്നു. ആരെ? മൻ ഉഫാഖിറു, ഫഖ്ർ നടിക്കുന്ന ആളുകളെ പിന്തിരിഞ്ഞ് ഓടുന്നതായിട്ട് കാണുന്നു എന്നാണ്. അപ്പോ എന്റെ അഹ്വാലിൽപ്പെട്ട രണ്ട് സയ്യിദ്, ഒന്ന് മിർദാസും ഒന്ന് ആമിറും, അവരെ ഒരു മജ്ലിസിൽ പറയുക എന്നുള്ളത് എനിക്ക് എന്റെ ശക്തി ക്ഷയിക്കുന്ന കാര്യം അല്ല. അതേപോലെ തന്നെ എന്റെ സദർ വയ്യക്കാവുന്ന ഒന്നും അല്ല. അതോടൊപ്പം തന്നെ എന്നോട് ഫഖ്ർ നടിക്കുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അഥവാ അവര് പിന്തിരിഞ്ഞ് ഓടുന്നതായിട്ട്, പരാജയം സംബന്ധിച്ച് പിന്തിരിഞ്ഞ് ഓടുന്നതായിട്ട് ഞാൻ കാണുന്നു. എന്താണ് അവരെ ഇത്രമാത്രം പ്രശംസിക്കാനുള്ള കാരണം? ഹിലാലാനി ഹമ്മാലാനി ഫീ കുല്ലി ശത്വത്തി, അവര് രണ്ട് ഹിലാലാണ്. അവര് രണ്ട് ശക്തരാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് അത്രയും ശക്തരാണ്. അവർ ക്ഷമിക്കാൻ സന്നദ്ധരാണ്, അറിയപ്പെട്ടവരാണ്. ഹിലാലാനി എന്ന് പറയുമ്പോൾ ഹുമാ ഹിലാലാനി എന്നാണ്. മുബ്തദ ഹുമാ ഇവിടെ ഉണ്ട്, കളയപ്പെട്ടതാണ്. ഹുമാ ഹിലാലാനി ഫിശുഹറത്തി, പ്രസിദ്ധമായ ശുഹറത്തിൽ അവർ ഹിലാലിനെ പോലെയാണ്. അതേപോലെ സഖാവത്തിലും ഇന്തിഫായിലും, ധർമ്മം കൊടുക്കുന്നതിലും ഔദാര്യതയിലും ഉപകരിക്കുന്നതിലും മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരം കൊടുക്കുക എന്നതിലൊക്കെ അവര് എല്ലാ വസ്ഫുകളും മേളിച്ച ഒന്നാം നമ്പർ ആളുകളാണ് അവര്. ഹിലാലാനി പോരാ, ഹമ്മാലാനി ഫീ കുല്ലി ശത്വത്തി. ശത്വത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖഹ്തു. പൊതുവെ പറയാറ് ഷിതാഇന്. കാരണം ഷിതായില് എന്ത് പല പല മുസീബത്തുകൾ വരുന്നതും അതോടൊപ്പം തന്നെ ദാരിദ്ര്യം അനുഭവപ്പെടുന്നത്, അഥവാ
കൊടും ശൈത്യകാലഘട്ടത്തിൽ മഞ്ഞുകൾ കൊണ്ടും മഴകൾ കൊണ്ടൊക്കെ ധാന്യങ്ങൾ കുറവാവും. അതോടൊപ്പം തന്നെ അവർക്ക് ഉൽപാദന ശക്തി കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. അപ്പോ അറബികൾ നേരത്തെ പറഞ്ഞു പോരുന്ന ഒന്നാണ് ഷിത്താഇനെ അവർ ഖഹ്ത് എന്ന് പൊതുവെ വിളിക്കും. എന്തുകൊണ്ട്? പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഴ ഉണ്ടായിട്ട് അവർക്ക് വിളവ് ഇറക്കാനും ധാന്യങ്ങളൊക്കെ മണ്ണിൽ ഇടാനൊക്കെ പ്രയാസം നേരിടുന്ന ഒരു സമയം. അതുകൊണ്ട് ഷിത്താഇനിക്ക് പൊതുവെ ഖഹ്ത് എന്ന് പേര് വിളിക്കുന്നു. അപ്പോ അത്തരം ശത്വത്തിന്റെ ഒരു ദാരിദ്ര്യഘട്ടത്തിന്റെ ക്ഷാമം നേരിടുന്ന സമയത്തൊക്കെ അതിനൊക്കെ അവർ സഹിക്കുന്നവരാണ്. ഹമ്മാലാനി ഫീ കുല്ലി ശത്വത്തിൻ മിനത്തഖ്ലി മാലാ തസ്തതിഉൽ അബാഇറു. ബഈറിന്റെ ജംഅ് ആണ് അബാഇർ. അപ്പോ അവര് സഹിക്കുന്നവരാണ് എല്ലാ ശത്രുത്വത്തിൽ നിന്നും. എന്തിനാൽ? മിനത്തിക്കലി, ചുമട്, അത്രയും ഭാരമേറിയ ചുമട് അവര് ചുമക്കുന്നവരാണ്. മാലാ തസ്തതിഉൽ അബാഇറു, ബഈർ ഒട്ടകങ്ങൾ ചുമക്കാത്ത അത്രയും വലിയ ഭാരം ചുമക്കുന്ന, അഥവാ പ്രയാസം നേരിടുന്ന സന്ദർഭങ്ങളിലും ക്ഷാമങ്ങൾ നേരിടുന്ന സമയത്തൊക്കെ അവര് എല്ലാം ചുമക്കുന്ന, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഒട്ടും കുറവ് വരുത്താത്ത ആളുകളാണ് മിർദാസും ആമിറും. അതുകൊണ്ട് അവർ എന്റെ അമ്മാവന്മാരാണ്. അവരെ പറയുക എന്നുള്ളത്, അവരെ പറഞ്ഞ് അവരുടെ ഉള്ള ഗുണങ്ങൾ ഞാൻ പറയുന്നു എന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പൊതുവെ ഒരു അറബി ശൈലിയാണത്. സ്വന്തത്തെ പുകഴ്ത്തി പറയുകയും അതേപോലെ തന്നെ മറ്റുള്ളവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ വകവെച്ചു കൊടുക്കാതിരിക്കുക. അവർക്ക് ഗുണങ്ങളും പല പവറുകളൊക്കെ ഉണ്ടായിരിക്കും, അതുണ്ടായിക്കോട്ടെ, പക്ഷെ പറയൂല, എടുത്തു പറയൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവർ അമ്മാവന്മാര് അത്രയും ഉന്നതരാണ്, അത്രയും മാന്യന്മാരാണ് എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സംഘത്തിൽ സംഗമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ യുദ്ധത്തിൽ തന്നോടൊപ്പം പങ്കെടുക്കുന്ന, തന്നെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊരു വിവരണം നടത്തുക എന്ന ഒരു ആവശ്യം, അതാണ് ഇവിടെ ഈ 2 വരികളിലൂടെ അദ്ദേഹം പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു പോരാട്ടത്തിന്റെ കഥകളും അതേപോലെ തന്നെ പോരാട്ടത്തിന് ആവശ്യമായിരിക്കുന്ന ധൈര്യം പകരലൊക്കെയാണ് ഇത്തരം വിഷയങ്ങൾ കൊണ്ട് ഷായർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് കുറഞ്ഞ 2 വരിയാണെങ്കിലും അദ്ദേഹത്തിന്റെ വിഷയം ഇവിടെ പൂർത്തീകരിക്കുക. തുടർന്നും മൂസ ബിൻ ജാബിറിന്റെ തന്നെ വരികൾ വരുന്നുണ്ട്. വഖാല ഐലൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂസ ബിൻ ജാബിറിന്റെ തന്നെ വരികളാണ് ശേഷവും വരാനിരിക്കുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.